ഹലോ ഫ്രണ്ട്സ്, വെറുതെ പറഞ്ഞതല്ല, 10 മിനിറ്റ് കൊണ്ട് തന്നെ നല്ല സൂപ്പർ മന്തി വീട്ടിലുണ്ടാക്കാൻ പറ്റും. നമ്മളപ്പോൾ അതിന് ഉപയോഗിക്കുന്നത് ബസ്മതി അരിയാണ്. അങ്ങനെ നമുക്ക് ആവശ്യത്തിനുള്ള ബസ്മതി അരി എടുക്കണം. അത് നല്ലോണം കഴുകി നമുക്ക് വെള്ളം തിളക്കുമ്പോൾ അതിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ നമ്മൾ നോക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഈ ബസ്മതി റൈസ് നമ്മൾ മൊത്തത്തിൽ വേവണ്ട, ഒരു 1/4 വേവ് മാത്രം ഉണ്ടായാൽ മതി. ഇനി നമുക്കിതിലേക്ക് തന്നെ ഉപ്പിട്ട് കൊടുക്കണം, ആവശ്യത്തിനുള്ള ഉപ്പ്. അതിൻ്റെ കൂടെ തന്നെ കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുക്കാം. അങ്ങനെ ഇതൊക്കെ കൂടെ നമുക്ക് വേവിക്കാൻ വേണ്ടി വെക്കണം. അങ്ങനെ റൈസൊക്കെ നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ചിക്കന് വേണ്ട കാര്യങ്ങൾ നോക്കാം. അതിനായിട്ട് നമ്മൾ ആദ്യം ഒരു മാജിക് ക്യൂബ് മാഗീൻ്റെത് ഇടുന്നുണ്ട്. അതിന് ശേഷം പട്ട, നമ്മൾ പിന്നെ ഇടുന്നത് ഗ്രാമ്പു, പിന്നെ നമ്മൾ ഏലക്ക ഇടണം. പിന്നെ നമുക്ക് കുറച്ച് പെരുംജീരകം കൂടി ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് കുറച്ച് കുരുമുളക് പൊടിക്കാണ്ട് ഇങ്ങനെ മൊത്തത്തിൽ വേണം ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. അതിന് ശേഷം നമുക്ക് പൊടികൾ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. ആദ്യം കുറച്ച് മഞ്ഞൾപ്പൊടി, പിന്നെ നമുക്ക് കളറാണ് ഉപയോഗിക്കേണ്ടത്. നമ്മളങ്ങനെ കളർ ഉപയോഗിക്കാത്തതുകൊണ്ട് ഇവിടെ പറങ്കിപ്പൊടിയാണ് യൂസ് ചെയ്യുന്നത്. അതിന് ശേഷം കുരുമുളക് പൊടി, പിന്നെ നമുക്ക് കുറച്ച് ഗരം മസാലയും കൂടെ ഇതിൽ ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് കുറച്ച് സൺഫ്ലവർ ഓയിലും കൂടി ഇതിൽ ഒഴിച്ച് കൊടുക്കണം. ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ. ഇനി നമുക്ക് ഇതിൽ കഴുകി വൃത്തിയാക്കിയ ചിക്കനും കൂടെ ഇട്ട് കൊടുക്കാം. നമുക്ക് കുറച്ച്, അതായത് ആ കുക്കറിന് താഴ്വശം നിൽക്കേണ്ട ചിക്കൻ മാത്രം നമുക്ക് മതി, കൂടുതലാവാൻ പാടില്ല. അങ്ങനെ ഇതൊക്കെ കൂടെ ഇതിന് നന്നായിട്ട് മാറിനേറ്റ് ചെയ്ത് കൊടുക്കണം. കുറച്ച് നേരത്തേക്ക് നമ്മൾ നന്നായിട്ട് ഇതാക്കി കൊടുക്കാം. പറ്റുമെങ്കിൽ ചിക്കനിൽ കുറച്ച് ഹോൾസും കൂടി ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമ്മൾ ഒരു 1/4 കപ്പ് സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി നമ്മൾ നേരത്തെ വാങ്ങി വെച്ച ബസ്മതി റൈസ് അത് നമുക്കിതിൻ്റെ മേലേക്ക് കൂടി ഇട്ട് കൊടുക്കാം. ചിക്കൻ കറക്റ്റ് നമ്മൾ താഴെ, എല്ലാ ചിക്കനും കുക്കറിൻ്റെ താഴെ തന്നെ തട്ടണം. അതിന് മേലെ നമുക്ക് ഈ ബസ്മതി റൈസ് ഇട്ട് കൊടുക്കാം. അങ്ങനെ ബസ്മതി റൈസിൻ്റെ മേലേക്ക് കൂടെ നമുക്ക് കുറച്ച് കളറിന് വേണ്ടിയിട്ട് മഞ്ഞൾപ്പൊടി കലക്കിയ വെള്ളമാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. അങ്ങനെ അതും കൂടി ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്ക് പച്ചപ്പറങ്കി എടുത്ത് നമുക്കതിൻ്റെ മേലെ കുത്തി കൊടുക്കാം. ഇനി നമുക്കിത് കുക്കർ നമുക്ക് അടച്ച് നമുക്ക് ഒരു വിസിൽ വരുന്നത് പോലെ നമുക്ക് വെച്ച് നോക്കാം. ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചാൽ മതി, ഒരു വിസിൽ വരാൻ അത്ര സമയം മാത്രം മതി. അതിനുശേഷം നമുക്കിത് തുറന്ന് നോക്കുമ്പോൾ നമ്മൾ സൂപ്പർ മന്തി ഇവിടെ റെഡിയാണ്. വെറും 10 മിനിറ്റ് കൊണ്ടാണ് ഈ സൂപ്പർ മന്തി നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളത്. ഇപ്പം നമുക്ക് നോക്കാം. അത് ഇവിടെ നമ്മൾ ഈ മന്തിക്ക് സ്മോക്കൊന്നും യൂസ് ചെയ്തിട്ടില്ല. സ്മോക്ക് വേണമെങ്കിൽ യൂസ് ചെയ്യാം, പക്ഷെ നമ്മളങ്ങനെ സ്മോക്കൊന്നും യൂസ് ചെയ്യാണ്ട് തന്നെ നല്ല സൂപ്പർ മന്തി ഇവിടെ റെഡിയാണ്. അങ്ങനെ നല്ല മയണൈസും തക്കാളി ചട്നിയൊക്കെ കൊണ്ട് നമുക്ക് മന്തി കഴിച്ച് നോക്കാം. നല്ല സൂപ്പർ മന്തിയായിരുന്നു. വെറും 10 മിനിറ്റ് കൊണ്ടാണ് ഈ മന്തി ഉണ്ടായത്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. അപ്പം വേറൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബൈ ഗൈസ്.